സഹായിക്കാൻ വേണ്ട. 2 പയ്യന്മാർ ഇതുപോലെ വണ്ടി തള്ളുന്നുണ്ട് രാത്രി പാതിരാത്രി 12 മണിക്ക്. അപ്പൊ ഞാനും ബോബോയും കൂടി ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോകും. അപ്പൊ നമുക്ക് വിഷമം തോന്നി. വിഷമം പറഞ്ഞു ബോബോയെ നമുക്ക് അവർക്ക് ചോദിക്കാൻ സർപ്രൈസ് ആയിട്ട് പെട്രോൾ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവന്മാർ പമ്പിന്റെ അടുത്തോട്ട് പോവാ. ജിയോ പമ്പ് പൂട്ടിയിട്ടേക്കും. അപ്പൊ നമ്മൾ അടുത്ത പമ്പിൽ പോയിട്ട് കുപ്പിയിൽ പെട്രോൾ ഇല്ല, നമ്മുടെ പൈസ ഒന്നും ഇല്ലായിരുന്നു. ഇല്ലാത്ത പൈസ ഒരു 50 രൂപയ്ക്ക് പെട്രോൾ മേടിച്ച് അമ്മമാരെ കൊണ്ട് കൊടുത്തു പറയാം. ഇപ്പൊ പെട്രോൾ ഫുൾ ടാങ്ക് കൊണ്ട് വെച്ചാൽ കാറ്റില്ലെന്ന് വണ്ടിക്ക്. സാമാന്യ നല്ല ഭാഷയിൽ നമ്മള് അവനെ ഓൾറെഡി അവനോട് പറഞ്ഞു തെറി വിളിക്കുവാണെങ്കിൽ തെറി വിളിക്കുന്നവരൊന്നും കൂടെ കളിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ആൾക്കാരൊക്കെ ടി വിയിലൊക്കെ കാണും. ചില ആൾക്കാർ നേരത്തെ നമ്മള് നേരത്തെ ആൾക്കാർ ഹോം തിയേറ്ററിലൊക്കെ കാണുന്നത്. ചിലപ്പോ നല്ല അച്ഛന്മാർക്ക് ചീത്ത ഇതുണ്ടാവും. അതാണിത്. അല്ല പക്ഷെ ഞാൻ അതാണ് സത്യം. അതാണ് അതിന്റെ എക്സാമ്പിൾ ആണ്, പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. നീ അതൊക്കെ കുറെ നേരം നിനക്ക് അറിയാലോ, നീയും ഞാനും ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ ചിലപ്പോ നമ്മളൊരു സാധനത്ത് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര അഡിക്റ്റ് ആയി പോകും. കള്ള കുടിച്ച് കണ്ട കുണ്ണയുടെ ഒക്കെ തല്ലും കൊണ്ടാക്കെ അതുപോലെ ആയി പോകും ചിലപ്പോ. ഞാനൊക്കെ മനസ്സിലായി. ഞാൻ എന്നായിരുന്നു ഞാൻ ഏവിയേഷൻ കോഴ്സിന് ഞാൻ പോകുന്നായിരുന്നു പഠിക്കാൻ വേണ്ടി. എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റത്തില്ല മനസ്സിലായി. ഞാൻ ഫിറ്റാണ്. വയറൊന്ന് കാണിച്ചു. എന്റെ വയറ്